റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ നാലാമത്തെ S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനം അടുത്ത മാസം പകുതിയോടെ രാജ്യത്ത് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ വ്യോമസേന ഈ മാസം ആദ്യം ഡിസ്പാച്ചിന് മുന്നേയുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയതോടെയാണ് ഈ യൂണിറ്റിന്റെ കൈമാറ്റത്തിന് വഴിതെളിഞ്ഞത്. റഷ്യ ഉക്രൈൻ സംഘർഷത്തെ തുടർന്നുണ്ടായ വിതരണ തടസ്സങ്ങൾ കാരണം ഏകദേശം 3 വർഷത്തോളമാണ് ഈ യൂണിറ്റിന്റെ വരവ് വൈകിയത്. അഞ്ചാമത്തെയും അവസാനത്തെയും റെജിമെന്റ് ഈ വർഷം നവംബറോടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാന് എതിരെയുള്ള വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈ വരുന്ന നാലാമത്തെ യൂണിറ്റ് രാജസ്ഥാൻ സെക്ടറിൽ വിന്യസിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് അറിയുന്നത്. 2018 ഒക്ടോബറിൽ ഏകദേശം 40,000 കോടി രൂപക്കാണ് 5 S-400 റെജിമെന്റുകൾക്കായി ഇന്ത്യ റഷ്യയുമായി കരാറിൽ ഒപ്പിട്ടത്. അതിലെ 3 യൂണിറ്റുകൾ ഇതിനോടകം തന്നെ നമ്മുടെ വ്യോമസേനയുടെ ഭാഗമായി കഴിഞ്ഞു. നിലവിലുള്ള 5 യൂണിറ്റുകൾക്ക് പുറമെ 5 യൂണിറ്റുകൾ കൂടി അധികമായി വാങ്ങാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിരോധ കൗൺസിൽ അനുമതി നൽകിയിട്ടുണ്ട്. അതോടെ ഇന്ത്യയുടെ കൈവശമുള്ള ആകെ S-400 റെജിമെന്റുകളുടെ എണ്ണം 10 ഉയരും. റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾ ഈ കരാറിനെ ബാധിക്കില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയുടെ തദ്ദേശീയ മിസൈൽ പദ്ധതിയായ പ്രോജക്ട് കുഷയ്ക്കൊപ്പം 10 S-400 യൂണിറ്റുകളും തയ്യാറാകുന്നതോടെ രാജ്യത്തിന്റെ വ്യോമാതിർത്തി കൂടുതൽ സുരക്ഷിതമാകും. ഡ്രോണുകൾ, ആധുനിക യുദ്ധവിമാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയിൽ നിന്നുള്ള ഭീഷണികളെ ഫലപ്രദമായി ചെറുക്കാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയും. S-400 റെജിമെന്റുകൾ പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് റഷ്യ ഇതിനോടകം തന്നെ പരിശീലനം നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള 2 സിസ്റ്റങ്ങളുടെ വിതരണം നിശ്ചയിച്ച സമയക്രമം അനുസരിച്ച് തന്നെ നടക്കുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ അംബാസഡർ ഡെനിസ് അലിപ്പോവ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനിടെ ഫ്രഞ്ച് യുദ്ധവിമാനമായ റഫാലിന്റെ സോഫ്റ്റ്വെയർ നിയന്ത്രണം കൈമാറാൻ ഫ്രാൻസ് വിസമ്മതിച്ചതോടെ $43 ബില്യൺ വലിയൊരു കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറാൻ ഒരുങ്ങുകയാണ്. വ്യോമസേനയ്ക്കായി 114 മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള നീക്കമാണ് ഇതോടെ താളം തെറ്റുന്നത്. ആയുധ ഇടപാടിലെ സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റം ഇന്ത്യ ആഗ്രഹിക്കുമ്പോൾ തങ്ങളുടെ തന്ത്രപ്രധാനമായ രഹസ്യങ്ങൾ പങ്കുവെക്കാൻ ഫ്രാൻസ് മടിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു യുദ്ധവിമാനത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഡിജിറ്റൽ തലച്ചോറാണ് അതിന്റെ സോഴ്സ് കോഡ് എന്ന് പറയാം. വിമാനത്തിലെ അത്യാധുനിക റഡാർ സംവിധാനമായ AESA, ശത്രുക്കളുടെ ശിഖരങ്ങളെ തകർക്കുന്ന സ്പെക്ട്ര തുടങ്ങിയ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ കോഡുകൾ വഴിയാണ്. സോഴ്സ് കോഡ് ലഭിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകളും സെൻസറുകളും ഈ വിമാനത്തിൽ ഘടിപ്പിക്കാൻ സാധിക്കും. നിലവിൽ ഓരോ ചെറിയ മാറ്റത്തിനും ഫ്രാൻസിന്റെ അനുമതിയും സഹായവും തേടേണ്ടി വരുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണ അധികാരത്തിന് വെല്ലുവിളിയാണ്. മാത്രമല്ല, ഇന്ത്യ റഷ്യയുമായി അടുത്ത പ്രതിരോധ ബന്ധം പുലർത്തുന്നതും ഫ്രാൻസിനെ പിന്നോട്ട് വലിക്കുകയാണ്. ഈ സാങ്കേതിക വിദ്യ ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയാൽ അത് റഷ്യൻ എഞ്ചിനീയർമാർക്ക് ചോരാൻ സാധ്യതയുണ്ടെന്നാണ് ഫ്രാൻസിന്റെ ഭയം. അതേസമയം റഷ്യ തങ്ങളുടെ അത്യാധുനിക സുഖോയ് വിമാനങ്ങളുടെ സോഴ്സ് കോഡുകൾ നൽകാൻ തയ്യാറാണെന്ന കാര്യവും ഇന്ത്യ ഈ ചർച്ചകളിൽ ഒരു ആയുധമാക്കുന്നുണ്ട്. പൂർണ്ണമായ സാങ്കേതിക വിദ്യ കൈമാറ്റമില്ലാതെ ഇത്ര വലിയ തുക മുടക്കി വിമാനങ്ങൾ വാങ്ങുന്നത് ഗുണകരം ആവില്ല എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിലപാട്. റഫാൽ കരാർ റദ്ദാക്കപ്പെട്ടാൽ അത് ഫ്രാൻസിന്റെ പ്രതിരോധ വിപണിക്ക് വലിയ തിരിച്ചടിയാകും. എന്നാൽ ഈ കരാർ റദ്ദായാൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് മാർക്ക് 2 വിമാനങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ ഇന്ത്യക്ക് കഴിയും. അല്ലെങ്കിൽ അമേരിക്കയുടെ F-15EX അല്ലെങ്കിൽ റഷ്യയുടെ Su-57 തുടങ്ങിയ യുദ്ധവിമാനങ്ങളെ പരിഗണിക്കാനോ ഈ നീക്കം വഴി തുറക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി സാങ്കേതിക വിദ്യ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനവും.